അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഡോളിയും ഫാമിലിയാണുള്ളത്. അപ്പോൾ മേഘാലയയിൽ നിന്ന് കേരളം കാണാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അവരൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷ് അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ സാധാ കപ്പയും മീൻകറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പച്ച ചൂരയാണ് കിട്ടിയിരിക്കുന്നത് കറി വയ്ക്കാൻ വേണ്ടി. ഇത് നമ്മൾ നല്ല മുളവിട്ട് നല്ല സൂപ്പറായിട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് കറി വയ്ക്കാനുള്ള ഈ ഫിഷിനെ ഒന്ന് കഴുകി റെഡിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച ചൂരയാണ്. ഫ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച ചൂരയാണ്. പക്ഷേ ഇത് അത്ര ഫ്രഷൊന്നുമല്ല. ഈ മേഘാലയ ഭാഗത്തൊന്നും കടൽ ഫിഷൊന്നും കിട്ടത്തില്ല. അവരൊക്കെ കൂടിപ്പോയ റിവർ ഫിഷോ ബോൺ ഫിഷോ ഒക്കെയും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഫിഷ് തന്നെ നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫിഷൊക്കെ നല്ല വൃത്തിയായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളും കപ്പയും ഒന്ന് റെഡിയാക്കി എടുക്കാം. Your side, what do you say? Handian. No, Handian. Handian. H-A-N. Now our side, kappa, किरंग. कप्पा किरंग मरीचीनी सब बोलेगा. ये भंडियन को किरंग बोलेगा. But we will call some people also किरंग. Madhu is a Pandian. People. Okay. കൈകൊണ്ട് ചെയ്യാൻ പാടാണ്ടേ ഇതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് പറ്റും കൈകൊണ്ട് ചെയ്യാൻ. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യണല്ലേ. പിന്നല്ലേ വി മേക്ക് ഇൻ two types, two ways. One we make it in boil. It is in big size. Big piece. Then another one we are making like this. It's kind of curry. Yeah, it's kind of curry. Here in Trivandrum we call കിഴങ്ങ് കൂട്ടാൻ വെച്ചത്. Me, I don't have problem with food actually. Oh. It's just that less spice because I don't eat that much spicy. I eat chili, but not the curry. I can eat like if I have food, I can eat that chili with food. But if the curry is too chili, too spicy, then I cannot eat. അവർ ഈ പച്ചമുളക് ഡയറക്റ്റ് കഴിക്കും. പക്ഷേ അവർ നമ്മളെ ഗ്രേവി ഇല്ലേ, അതിനകത്തുള്ള അരി ഇല്ലേ, ഗ്രേവിയിലുള്ള അരി അത് ഒട്ടും കഴിക്കില്ല. അവരെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് അടുപ്പ് കൂട്ടി കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മൾ നല്ല ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. നമുക്കിതിലേക്ക് വറ്റൽമുളക് ആടി കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇടാം. ചെറിയ ഉള്ളി സവാളയോട് ഒരുമിച്ച് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. ആ സമയം കൊണ്ട് നമ്മൾ കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ അനന്ത് തയ്യാറാക്കി അടുപ്പിലോട്ട് നമ്മൾ കപ്പ വേവിക്കാനുള്ള വെള്ളം വയ്ക്കുവാണ്. നമ്മൾ കഴുകിയെടുത്ത കപ്പ ഇതിലേക്ക് ഇടുകയാണ്. നല്ല വഴണ്ടിട്ടുണ്ട് സവാള. നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ഇടാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ്. ഇനി തക്കാളി ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടി ആദ്യം ഇടുവാണ്. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നോട്ട് ദാറ്റ് മച്ച്. ദാറ്റ് ഈസ് ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി. അപ്പോൾ കുടമ്പുളി ഇട്ട വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ പുളിയും ഇട്ട് കൊടുക്കാം. ഇതിന് സ്പൈസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ മീൻ ഇതിലോട്ട് ഇടുകയാണ്. ആദ്യം ഞാൻ ഈ തല ഇതിലോട്ട് വയ്ക്കുകയാണ്. ഇത് നല്ല വെന്ത് ഇറങ്ങുമ്പം ഈ മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ കറക്റ്റ് വെള്ളമാവും. ഇപ്പോൾ നമുക്ക് ഇത്ര വെള്ളം മതി. അപ്പോൾ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. ഈ കപ്പയുടെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് അരച്ച് നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. ഇതിന് നമുക്ക് തുടുപ്പ് ഉപയോഗിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഉടച്ചത് കുഴമ്പ് പരുവത്തിനാക്കണം. നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വെന്തുടഞ്ഞ കപ്പ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് നല്ല സൂപ്പർ മുളക് കറി, നല്ല ചൂര മുളക് ഇട്ടതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ലൈറ്റൊക്കെ പോയി, എന്നാലും നമ്മളെ കപ്പയും മീൻകറി റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് ഇതൊന്ന് കഴിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചൂട് Like it? You take that fish also. The fish and the thing, right? Yes. I like this. Oh. So good. ഈ മീൻകറിയും കപ്പയും നല്ല പൊളി സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. വളരെ ഈസിയാണ്, നല്ല ഹെൽത്തിയാണ്.